പി സി വിശ്വനാഥ് കൊല്ലത്തിന് കിട്ടുന്നതിൽ അങ്ങേക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും അതെ, കൊല്ലംകാരൻ എന്ന നിലയിൽ. പക്ഷേ എങ്ങനെയാണ് ആ സന്തോഷത്തിലുപരി ഈ ബജറ്റ് സന്തോഷം നൽകുന്നുണ്ടോ, അതോ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഒരു പൊള്ളയായ പ്രഖ്യാപനം എന്ന നിലയ്ക്കാണോ? യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ബജറ്റിന് യാതൊരു ആധികാരികതയും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ബജറ്റ് അവതരണമാണ് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം തന്നെ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും നടപ്പിലായിട്ട് പോലുമില്ല. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച് തന്നെ ഈ വർഷം വീണ്ടും രണ്ടാമത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തുടങ്ങിയിട്ട് കൂടിയില്ല. അപ്പോൾ പ്രഖ്യാപനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് നടത്താൻ വേണ്ടിയിട്ട് കാര്യമായൊരു പരിശ്രമമില്ല. നിങ്ങൾ കുറച്ച് നേരമായിട്ട് കൊല്ലത്തിൻ്റെ കാര്യം പറയുന്നത് ഞാനും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന ജനങ്ങൾ വിചാരിക്കുന്നത് കൊല്ലത്തിന് ഏതോ ഭയങ്കരമായ നേട്ടം ഉണ്ടായിരിക്കുകയാണെന്ന്. പ്രഖ്യാപന നേട്ടം വേണമെങ്കിൽ പറയാം, പ്രഖ്യാപനങ്ങളുടെ നേട്ടം. ഈ കൊല്ലത്തെക്കുറിച്ച് ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റുകളുടെ പ്രഖ്യാപനങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരു പരിശോധന നടത്തൂ. മാതൃഭൂമി തന്നെ, ഇതേ ബാലഗോപാൽ തന്നെ കൊല്ലം മുതൽ പിന്നെ കൊട്ടാരക്കര, പുനലൂർ, ചെങ്കോട്ടയിലേക്ക് 1000 കോടിയുടെ റോഡ് വികസന പദ്ധതി അദ്ദേഹം തന്നെ മറ്റൊരു ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഇപ്പോൾ ആ പദ്ധതിയുടെ സ്ഥിതി? 1000 കോടി എന്ന് കേട്ടപ്പോൾ അന്നും ഇതുപോലെ വലിയ തലക്കെട്ടും വലിയ പ്രാധാന്യത്തിലുള്ള വാർത്തയുമൊക്കെ വന്നിരുന്നതാണ്. കൊല്ലത്തെ ഒരു സർക്യൂട്ട് ടൂറിസം പദ്ധതി കൊല്ലം, അതുപോലെ തന്നെ കൊല്ലത്തെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു അഷ്ടമുടി സർക്യൂട്ട് ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചായിരുന്നു. എന്തായി അതിൻ്റെ അവസ്ഥ? എത്ര പ്രോജക്റ്റ് ആയി? അത് ഏതെണ്ണം തുടങ്ങി? DPR ആയ ഘട്ടത്തിലുള്ളത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ മുൻകാലങ്ങളിൽ കൊല്ലത്തിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനങ്ങൾ എന്തായെന്ന് പരിശോധിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ വലിയ ഉൾപ്പുളകമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. കൊല്ലത്തെ പരിഗണിക്കണമായിരുന്നെങ്കിൽ കൊല്ലം എന്ന് പറയുന്ന ജില്ലയുടെ സാമ്പത്തികമായി ആ ജില്ലയുടെ അടിത്തറ എന്ന് പറയുന്നത് കശുവണ്ടി വ്യവസായമാണ്. ലോകത്തിൻ്റെ കശുവണ്ടി തലസ്ഥാനമായിരുന്നു, കാഷ്യൂ ക്യാപിറ്റലായിരുന്നു കൊല്ലം. 800-ലധികം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന കൊല്ലം ജില്ലയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് നാമമാത്രമായ കശുവണ്ടി ഫാക്ടറികളാണ്. 2.5-3 ലക്ഷം ആളുകൾ ജോലി ചെയ്ത ആ മേഖല ഇന്ന് സമ്പൂർണ്ണ തകർച്ചയിലാണ്. ഈ ബഡ്ജറ്റിൽ ആ പ്രധാനപ്പെട്ട കൊല്ലത്തിൻ്റെ സാമ്പത്തിക അടിത്തറയായ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസായികൾ പ്രതിസന്ധിയിലാണ്. ബാങ്കുകൾ അവരെ വേട്ടയാടുകയാണ്. അവരുടെ സത്തുവകകളെല്ലാം റിയൽ എസ്റ്റേറ്റും ബാങ്കുമായിട്ട് ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയാണ്. തൊഴിലാളികൾ തൊഴിലില്ലാതെ അവർ ദുരിതത്തിലാണ്. ഇപ്പോൾ കൊല്ലത്തെ പരിഗണിക്കുകയാണെങ്കിൽ പരിഗണിക്കേണ്ട ഒരു മേഖല കശുവണ്ടി മേഖല. കശുവണ്ടി മേഖലയിലും 30 കോടിയാണ് പ്രഖ്യാപിച്ചത്. അതൊന്നും അല്ലേ പര്യാപ്തമായൊരു തുകയോ അല്ല എന്ന് കരുതുന്നു അല്ലേ? എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്ന 30 കോടിയാണിത്. എല്ലാ വർഷവും പ്രഖ്യാപിക്കുക. അതിൽ കുറേ തുക കാഷ്യൂ കോർപ്പറേഷനും അതുപോലെ തന്നെ കാപ്പെക്സിനുമൊക്കെ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലവാകുന്ന പൈസയാണ്. കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇത് കശുവണ്ടി വ്യവസായത്തിനാണെന്നാണ്. ഇനി അതും മാത്രമല്ല, ഞാൻ രണ്ടാമത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് കൊല്ലം കഴിഞ്ഞല്ലോ. ബജറ്റിൻ്റെ വിശ്വാസ്യത പ്രശ്നം എന്താ? ഇത് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റാണെന്ന് ഞാൻ പറയും. കാരണം കഴിഞ്ഞ വർഷം ഞങ്ങൾ നിയമസഭ വോട്ടിനിട്ട് സർക്കാരിന് പാസ്സാക്കി കൊടുത്തത് 30,000 കോടിയുടെ പ്ലാനാണ്. ആ 30,000 കോടിയുടെ പ്ലാനിൻ്റെ 50% എക്സ്പെൻഡിച്ചർ പോലും ഇന്ന് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. അതായത് ഈ കഴിഞ്ഞ 2024 ജൂലൈ മാസം ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി എല്ലാ വകുപ്പുകളുടെയും 50% പദ്ധതി വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ 50% പദ്ധതി വെട്ടിക്കുറയ്ക്കുന്നതോടുകൂടി ആ പദ്ധതിയുടെ സ്ഥിതി എന്താണ്? അപ്പോൾ അതിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, 100 കോടി രൂപ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ നിയമസഭാ ബഡ്ജറ്റിൻ്റെ ഭാഗമായി വോട്ട് ചെയ്ത് കൊടുത്തു. ഈ ജൂലൈ മാസത്തിൽ സർക്കാർ ഉത്തരവ് വഴി അതിൻ്റെ 50% വെട്ടിക്കുറച്ചപ്പോൾ അത് 50 കോടിയായി ചുരുങ്ങി. അതിൽ ശമ്പള ഇനത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ ഒരു 30 കോടി പോയാൽ 100 കോടി പദ്ധതിക്കായി പ്രഖ്യാപിച്ചതിൽ 20 കോടി രൂപ പോലും നടപ്പിലാക്കാനില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. സാങ്ക്ടിറ്റി ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന അവസ്ഥയിൽ സർക്കാർ ഇങ്ങനെ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുകൊണ്ട് കാര്യമില്ലല്ലോ. യാഥാർത്ഥ്യം എന്താണോ അതിനെ ഉൾക്കൊള്ളുന്നത് കൂടി ചെയ്യേണ്ടതില്ലേ?
അങ്ങനെയും നോക്കിക്കാണാലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ താങ്കൾ ചോദിച്ചതല്ലേ, സർക്കാരിനോട് ചോദിക്കേണ്ടതല്ലേ. സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയില്ല എങ്കിൽ, വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെ പ്രഖ്യാപിച്ച ആളുകളെ കൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ഉൾപ്പുളകം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇനി ഉൾപ്പുളകത്തിന്റെ പാർട്ട് വിടാം, അതിനെ ലീഗലായി പരിശോധിക്കാം. നിയമസഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാമാണികമായ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ അനുവദിച്ച തുക ആ നിയമസഭ അറിയാതെ പിന്നീട് ഒരു സർക്കാർ ഉത്തരവ് വഴി സർക്കാരിന് ആ തുക വെട്ടിക്കുറയ്ക്കാൻ കഴിയുമെങ്കിൽ നിയമസഭയ്ക്ക് എന്ത് വില, ബഡ്ജറ്റിന് എന്ത് വില? ഇപ്പൊ എന്നോട് ഈ ചോദിച്ച ചോദ്യം സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നിങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്?